ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി ആണ്. ആന്വിറ്റിയുടെ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതായത് ആന്വിറ്റി എന്ന് പറയുന്നത് എ ഫൈനൈറ്റ് സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് മെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെല്ലായിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മളെന്ത് ആന്വിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ആന്വിറ്റിയുടെ കേസിൽ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻസ് നടത്താൻ ഇക്വേഷനിൽ കാൽക്കുലേഷൻസ് നടത്താം. അതുകൂടാതെ നമുക്ക് ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ടും കാൽക്കുലേഷൻ നടത്താം. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് ആന്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇക്വേഷൻസ് ഒന്നും ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ആന്വിറ്റി കാൽക്കുലേഷൻസിൽ മെയിനായിട്ട് ഓർഡിനറി ആന്വിറ്റി വരുന്നുണ്ട്, അതല്ലാതെ ഓർഡിനറി അല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ ഓർഡിനറിയുടെ കേസിൽ എങ്ങനെയാണ്, ഓർഡിനറി ആന്വിറ്റിയുടെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മിസ്റ്റർ മനോജ് ഇൻവെസ്റ്റ് ₹1000 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഓഫ് ദി നെക്സ്റ്റ് 3 years. ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% per annum compounded annually. He wishes to know the value of his savings at the end of 3 years from today. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്താൻ, അതായത് ഇവിടെ 1000 എന്താണ് ഓരോ വർഷവും 10% ഇൻട്രസ്റ്റ് ആയിട്ട് 3 വർഷം വരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി കാണാൻ, അതായത് FVA എന്ന് പറയും. FVA ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി എന്നതിന് നമ്മൾ പറയും എങ്ങനെയാണ്, ഷോർട്ടായിട്ട് FVA എന്ന് പറയും. ആ ഒരു ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ടേബിൾ വാല്യൂ എടുക്കുന്നു. അതായത് ടേബിൾ വാല്യൂ ഏതാണ്, ടേബിൾ 4 ആണ് നമ്മൾ എടുക്കേണ്ടത്. ടേബിൾ 4ൽ എത്രയാണ് നമ്മുടെ പെർസെൻറ്റേജ്, 10% നേരെ, അതേപോലെ 3 ഇയറിന് നേരെ വരുന്ന വാല്യൂ എടുക്കുന്നു. അതായത് നമുക്ക് എത്ര കിട്ടും, 3.310 എന്ന് നമുക്ക് കിട്ടും. ഇതുകൊണ്ട് 1000നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3310 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ടേബിൾ 4 ആണ് ഓർഡിനറി ആന്വിറ്റിയുടെ കേസിൽ എടുക്കേണ്ടത്. അതായത് ടേബിൾ 3യും ടേബിൾ 4ഉം ഫ്യൂച്ചർ വാല്യൂ എന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതോടെ ഓർമ്മിക്കുക. ഇവിടെ ടേബിൾ 4 എടുക്കുന്നത് എന്താണ്, 3 വർഷത്തെ ഒരുമിച്ചുള്ള വാല്യൂ കിട്ടാനാണ്. ഇനി ടേബിൾ 3 എടുക്കുന്നത് ഓരോ വർഷത്തെയും വരുന്ന കേസിലാണ് നമ്മൾ ടേബിൾ 3 അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. മിസ്റ്റർ എ ഡെപ്പോസിറ്റ് ₹2000 അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ ഫോർ 30 years. In his savings account, paying 5% interest compounded annually. Find the sum of money he will have at the end of the 5th year. 5ാമത്തെ കൊല്ലത്തെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ 4 എടുക്കുന്നു. എത്രയാണ് പെർസെൻറ്റേജ്, 5% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 5% ഇൻട്രസ്റ്റിൽ 5 ഇയറിന് നേരെ വരുന്ന വാല്യൂ നമ്മൾ നോക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 5.526. 5 ഇയർ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2000 × 5.526 കണ്ടു കഴിഞ്ഞാൽ 11,052 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഓർഡിനറി ആന്വിറ്റിയുടെ കേസിൽ നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഇനി ജസ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിലുള്ള മാറ്റം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ, മിസ്റ്റർ രാജൻ ഇൻവെസ്റ്റ് ₹1000, ₹2000, ₹2500, ₹3000, ₹4000 ആൻഡ് ₹4500 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയേഴ്സ്. Calculate the compounded value at the end of 6 years compounded annually when the rate of interest is 8%. ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാഷ് ഫ്ലോ എന്താണ്, ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 1000, അതേപോലെ 2000, 2500, 3000, 4000, 4500 ഇങ്ങനെ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് ക്യാഷ് ഫ്ലോ വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ടേബിൾ വരക്കുന്നു. അതായത് നമുക്ക് മൊത്തം ഇയർ വരുന്നത് എത്രയാണ്, 6 ഇയർ ആണ്. അപ്പോൾ ഇയർ നമ്മൾ 1 to 6 വരെ കൊടുക്കുന്നു. എമൗണ്ട് ഡെപ്പോസിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 1000, 2000, 2500, 3000, 4000, 4500. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് കോളം കൊടുക്കുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം വരെ ഈ ഒരു എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 1000 എന്നത് നെക്സ്റ്റ് എത്ര വർഷം വരെ, 5 കൊല്ലം വരെ നമുക്ക്, അത് മൊത്തം 6 കൊല്ലമാണുള്ളത്. അപ്പോൾ അവസാനത്തിലാണ്, ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്.
അപ്പോൾ ഇനി എത്ര കൊല്ലം വരെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും? 5 കൊല്ലം വരെ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്ന് പറയുന്നത്. 2000 എന്ന് പറയുമ്പോൾ ഇനി നെക്സ്റ്റ് എത്ര ഇയർ ഉണ്ടാവും? 4 വർഷം. ഇനി 2500 അടുത്ത 3 കൊല്ലം വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. 3000 എന്നുള്ളത് അടുത്ത 2 കൊല്ലം വരെ. 4000 1 കൊല്ലം വരെ. 4500 ഓടുകൂടെ എന്ത് ചെയ്യും? 6ാമത്തെ കൊല്ലം നമ്മൾ ഡെപ്പോസിറ്റ് അവസാനിപ്പിക്കും. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടർ ആണ്. അതായത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ 3യുടെ വാല്യൂ, അതായത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടർ നമ്മൾ നോക്കുന്നത് 8% നേരെ 5ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്താണ് വാല്യൂ ആണ് നോക്കുന്നത്. 1.469, അടുത്ത 4ാമത്തെ കൊല്ലത്തെ 1.360, 3ാമത്തെ കൊല്ലത്തെ 1.260, 2ാമത്തെ കൊല്ലത്തെ 1.166, 1ാമത്തത് 1.080, ദെൻ ലാസ്റ്റ് 6ാമത്തെ കൊല്ലത്തത് 1 വരും. ഓക്കെ, ഇത് എന്താണ്? ടേബിൾ വാല്യൂ നമ്മൾ ടേബിൾ 3 പ്രകാരം ഓരോ വർഷത്തെയും കോമ്പൗണ്ടഡ് ഫാക്ടർ എടുക്കുന്നു. ഇനി FV കാണുന്നു, ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? 1000 × 1.469, 1469 എന്ന് കിട്ടും. ഇനി 2000 × 1.360, 2720. ഇങ്ങനെ ഇതിനെ എന്ത് ചെയ്യുന്നു? എമൗണ്ട് ഡെപ്പോസിറ്റഡും അതേപോലെ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഫ്യൂച്ചർ വാല്യൂയുടെ കോളം എന്ത് ചെയ്യുന്നു? ടോട്ടൽ കണ്ടെത്തുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 19,657 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? ഇവിടെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി വരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആണ് വരുന്നതെങ്കിൽ, ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ കോമ്പൗണ്ടഡ് വാല്യൂ കണ്ടിട്ട്, അതായത് കോമ്പൗണ്ടഡ് ഇയേഴ്സ് കാണണം, കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടർ കൊടുത്തുകൊണ്ടാണ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ആനുറ്റി ഡ്യൂ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു കൊല്ലത്തിൻ്റെ ആദ്യത്തെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തും. ഓക്കെ, ഇൻ കേസ് ഓഫ് ആനുറ്റി ഡ്യൂ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ്. ഒരു കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പീരീഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്? ആനുറ്റി ഡ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ആദ്യം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ആദ്യം കൊടുക്കും. പിന്നെ ഓരോ സബ്സിക്വൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടുത്ത വരുന്ന വർഷങ്ങളിലെ തുടക്കത്തിൽ കൊടുക്കുന്നു. ഓക്കെ, നോർമലി നമ്മൾ EMI ഒക്കെ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന സിസ്റ്റം, അതേപോലെ കൊടുക്കുന്നതാണ് ആനുറ്റി ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആനുറ്റി ഡ്യൂയുടെ കേസിൽ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് A × 1 + r⁻n−1 ഡിവൈഡ് ബൈ r × 1 + r എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ആണ് FV എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ആനുറ്റി ആണ്. ദെൻ നെക്സ്റ്റ് അതിൽ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. മിസ്റ്റർ കുമാർ ഡെപ്പോസിറ്റ് ₹5,000 അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ ഫോർ 5 years ഇൻ എ ബാങ്ക് ആൻഡ് ദി ഡെപ്പോസിറ്റ് ഏൺസ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് 8% പെർ ആനം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 5 year പീരീഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ തന്നിട്ടുള്ളത് ആനുറ്റി ഇൻറ്റു 1 + r⁻n−1 ഡിവൈഡ് ബൈ r ഇൻറ്റു 1 + r എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ആനുറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 5,000 ആണ്. അതേപോലെ 1 + r എന്ന് പറയുന്നത് 8% ആണ്. 8% എന്ന് പറഞ്ഞാൽ 0.08 ആയിരുന്നു. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 5 years ആണ് ഒരു ഇയർ പറയുന്നത്. ഇയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ 5 year ആണ്. അപ്പോൾ എന്ത് വരും? 5 വരും. -1 ഡിവൈഡ് ബൈ എന്താണ്? r ആണ്. അതായത് 0.08 ഇൻറ്റു 1 + r ആയിരുന്നു. അപ്പോൾ 0.08. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 5,000 ഇൻറ്റു 0.4693 ഡിവൈഡ് ബൈ 0.08 ഇൻറ്റു 1.08 എന്ന് കിട്ടും. അതായത് 5,000 ഇൻറ്റു 6.44 ഇൻറ്റു 1.08. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? നമുക്ക് 31,678 എന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ ആനുറ്റി ഡ്യൂയുടെ കേസിലാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാത്ത കേസിൽ ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് ചെയ്യണമെന്നില്ല. ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഓർഡിനറി ആനുറ്റി ആണെങ്കിലും അതേപോലെ തന്നെ ആനുറ്റി എമൗണ്ടുകൾ ഡിഫറെൻ്റ് ആണെങ്കിലും അതേപോലെ ആനുറ്റി ഡ്യൂ ആകുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ഈ പീരീഡ് ആണെങ്കിലും അതേപോലെ ബിഗിനിങ് ഓഫ് ദി പീരീഡ് ആണെങ്കിലും ഇത്തരം കേസിലുള്ള ആനുറ്റി ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്ലാസ് നന്നായി വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.